പി കൃഷ്ണദാസ്, GST നഷ്ടപരിഹാരമോ ഉയർന്ന നികുതി വിഹിതമോ ഗ്രാൻഡോ ഇതൊന്നും ഇല്ലെങ്കിൽ കടപരിധി ഉയർത്തുകയോ ഒന്നും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് ഇനി ഒന്നും കിട്ടില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു ബജറ്റാണ്. ആ അർത്ഥത്തിൽ കേന്ദ്രത്തിനുള്ള ഒരു മറുപടി കൂടിയാണ് സംസ്ഥാന ബജറ്റിനെ പൊതുവെ അങ്ങനെ ഒരു മറുപടിയായി കൂടിയാണ് വിലയിരുത്തുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം അതിൽ? ബഹുമാനപ്പെട്ട ശ്രീ KN ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തുടക്കം മുതൽ ഈ സംസ്ഥാനത്തിൻ്റെ എന്തെങ്കിലും യാഥാർത്ഥ്യ ബോധമുള്ള വിഷയങ്ങളുമായിട്ടാണ് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഒന്ന്, പ്രധാനമായും സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല, അതിൻ്റെ കാരണക്കാർ കേന്ദ്രമാണ് എന്ന് പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുപക്ഷം അത് പറയുന്നു. 2017 മുതൽ 2022 വരെയുള്ള 5 വർഷക്കാലം സംസ്ഥാനത്തിന് GST കോമ്പൻസേഷനായി കിട്ടിയത് 53,000 കോടി രൂപയാണ് ഓരോ വർഷത്തിൻ്റെയും നഷ്ടപരിഹാരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ 10ാം ധനകാര്യ കമ്മീഷൻ്റെ കണക്കുകൾക്കനുസരിച്ച് 3.2 ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ ശതമാനം 1.9 ചുരുങ്ങി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കും ആനുപാതികമായി കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ കിട്ടിയ സംസ്ഥാനം കേരളമാണ്. 5 വർഷക്കാലം തുടർച്ചയായി 53,000 കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടി ആകെ. അത് വീണ്ടും ഒരു 5 വർഷം കൂടി തുടരണം എന്ന് കേരളം ആവശ്യപ്പെട്ടു. അത് രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും കിട്ടിയിട്ടില്ല, കേരളത്തിനും കിട്ടില്ല. സ്വാഭാവികമാണ്. 2022 അത് അവസാനിച്ചു. ഇനി നമുക്ക് ബജറ്റിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട ശ്രീ ശിവദാസൻ MP അദ്ദേഹം ഈ ബജറ്റിനെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം. അതിന് എത്ര പറ്റുമെന്ന് എനിക്കറിയില്ല. ഇടതുപക്ഷ പ്രതിനിധികൾക്കത് കഴിയുമായിരിക്കും. ഇപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കേരളം മാത്രമാണത് നടപ്പാക്കുന്നത്, മറ്റൊരു സംസ്ഥാനവും നടപ്പാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളും വിചാരിക്കുക കേരളം എന്തോ വലിയൊരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു, യാതൊരു കടവുമില്ലാത്ത വലിയ സാമ്പത്തിക ബെനിഫിറ്റുള്ളൊരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഞാനപ്പോൾ അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം വാസ്തവമുണ്ട് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും, രാജ്യത്തെ 28 സംസ്ഥാനങ്ങളും ചെറുതും വലുതുമായ രീതിയിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ നടപ്പാക്കിയിട്ടുണ്ട്. അത് ഓൾഡ് ഏജ് പെൻഷനാണെങ്കിലും വിഡോ പെൻഷനാണെങ്കിലും ഡിസബിലിറ്റി പെൻഷനാണെങ്കിലും നടപ്പാക്കിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ തുക കൊടുക്കുന്നൊരു സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 4,000, 4,000, 6,000. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. 1,500, 3,000, 2,000. അദ്ദേഹം അതിനുശേഷം പറയുകയാണ് ഉത്തർപ്രദേശൊന്നും 1 രൂപയും കൊടുക്കുന്നില്ല. കേരളത്തിൻ്റെ ഏകദേശം 7 ഇരട്ടിയോളം ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൽ ഞാൻ നോക്കിയപ്പോൾ 1,000 രൂപ വീതമാണ് എല്ലാ ആളുകൾക്കും ആ തരത്തിൽ കൊടുക്കുന്നത്. മൂന്ന് വിഭാഗത്തിലും 1,000 രൂപ വീതം. വെസ്റ്റ് ബംഗാൾ 1,000 രൂപ വീതമാണ് കൊടുക്കുന്നത്. ഡൽഹി കൊടുക്കുന്നത് 2,000 രൂപയാണ്. ഈ തരത്തിൽ 28 സംസ്ഥാനങ്ങളും കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കണക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കേരളം കൊടുക്കുന്നത് എത്രയാണ്? 1,600 രൂപയാണ്. അപ്പോൾ 1,600 രൂപ കൊടുക്കുന്ന ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ബഹുമാനപ്പെട്ട MP കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെ കൂടി കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തുകയാണ്. മറ്റൊരു സംസ്ഥാനം അത് കൊടുക്കുന്നില്ല. ഈ തരത്തിൽ പ്രസ്താവന നടത്തിക്കൊണ്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ ഈ ബജറ്റ് ഇതൊരു കൊല്ലം കണ്ണൂർ ബജറ്റാണ്. കൊല്ലത്തിന് ഒരു 6 7 പദ്ധതികളുണ്ട്. കണ്ണൂരിന് അതേ തരത്തിലൊരു 4 5 പദ്ധതികളുണ്ട്. പ്രധാനപ്പെട്ട ബജറ്റ് ഫണ്ട് അലോക്കേഷൻ നടത്തിയിട്ടുള്ള പുതിയ പദ്ധതികളെല്ലാം ഈ 2 ജില്ലയിൽ മാത്രമാണ്. ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വികസനം ഉണ്ടാകേണ്ട ജില്ലകളായിട്ടുള്ള തിരുവനന്തപുരമോ തൃശ്ശൂരോ പാലക്കാടോ പത്തനംതിട്ടയോ പോലെയുള്ള മറ്റ് ജില്ലകൾക്ക് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ആ തരത്തിലുള്ള പ്രധാനപ്പെട്ട ജില്ലകളെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഈ ബജറ്റിൽ കാണാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് മെട്രോ സഹായം ആവശ്യമുള്ള ജില്ലകളുടെ കൂട്ടത്തിൽ വയനാടില്ലേ? വയനാട്ടിലേക്ക് ഞാൻ വരാം. ഞാനൊരു ജില്ല ഒഴിച്ചിട്ടില്ല. ഞാൻ ആ പദ്ധതിയിലേക്ക് വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ ആ ജില്ലകൾക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ ആകെ കിട്ടാനുള്ള ടാക്സ് എത്രയാണ് സംസ്ഥാനത്തിന്? 23,000 കോടി രൂപയാണ് GST കുടിശ്ശികയുള്ളത് സംസ്ഥാനത്ത്. KSEBക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത് 5,000-ലേറെ കോടി രൂപ. വാട്ടർ അതോറിറ്റിക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത് 1,000-ലേറെ കോടി രൂപ.
ഈ തരത്തിൽ ഏകദേശം 28,000-29,000 കോടി രൂപയാണ് സംസ്ഥാനത്തിന് നികുതി ഇനത്തിൽ പിരിച്ചു കിട്ടാനുള്ളത്. ഇനി സംസ്ഥാനത്തിന് കിട്ടിയില്ല എന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി നിയമസഭയ്ക്കകത്തും പുറത്തും മന്ത്രിമാരെല്ലാം പറയുന്നത്, അത് ബഹുമാനപ്പെട്ട ശിവദാസൻ അടക്കമുള്ള ആളുകൾ ഏറ്റുപറയുന്നത് എന്താണെന്നറിയാമോ? 24,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ കടമെടുക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ല CNDG പറഞ്ഞു. കോടതിയിൽ പോയി യാതൊരു ഇളവും കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 3% മാത്രമാണ്, GDPയുടെ 3% മാത്രമാണ് കടമെടുക്കാൻ കഴിയുക. റിസർവ് ബാങ്ക് റൂൾ അനുസരിച്ചും നമ്മുടെ നിലവിലെ സാഹചര്യം അനുസരിച്ചും പൊതു സംവിധാനം അനുസരിച്ചും എല്ലാ സംസ്ഥാനങ്ങൾക്കും കഴിയുക 3%. ആ 3%-ത്തിൽ നിന്ന് കേരളം ഇപ്പോൾ എടുത്തിരിക്കുന്നത് 3.5%. ഇതിന് പുറമെയാണ് കിഫ്ബി എടുത്തിട്ടുള്ളൊരു 35,000 കോടി. അതോടൊപ്പം കേരളം എടുത്തിട്ടുള്ള മറ്റൊരു നടപടിയാണ് ഈ പെൻഷൻ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ. അതിനുവേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചു സംസ്ഥാനം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോൺ, അതായത് കടം 32,000 കോടി രൂപയാണ് സംസ്ഥാനത്തിൻ്റെ. അങ്ങനെ ആകെ സംസ്ഥാനത്ത് കടം എന്ന് പറയുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് 48,000 കോടി രൂപയ്ക്ക് അടുത്താണെന്നാണ്. ആകെ സംസ്ഥാനത്തിൻ്റെ കമ്മി കടം എന്ന് പറയുന്നത് 1,15,000 കോടി രൂപയ്ക്ക് മേലെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അങ്ങനോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സംസ്ഥാനത്തിൻ്റെ പൊതുസ്ഥിതിയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുകൾ വർദ്ധിപ്പിച്ചില്ല, അതോടൊപ്പം തന്നെ നെല്ലിന് താങ്ങുവില പ്രഖ്യാപിച്ചില്ല. താങ്ങുവില പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് വർദ്ധിപ്പിച്ചില്ല. ഞാൻ ആ ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാം. നെല്ലിൻ്റെ താങ്ങുവിലയെ സംബന്ധിച്ച് 28 രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിൽ 23 രൂപ കൊടുക്കുന്നത് കേന്ദ്രമാണ്, സംസ്ഥാനം കൊടുക്കുന്നത് 5 രൂപയാണ്. ഇത് സംസ്ഥാനം 2023 കൊടുത്തിരുന്നത് 23-24 കൊടുത്തത് 6 രൂപ 20 പൈസയായിരുന്നു. അത് 1 രൂപ കുറച്ചു, 1 രൂപ 20 പൈസ കുറച്ചു, 5 രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തിനെ സംബന്ധിച്ച് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വെട്ടിക്കുറവുണ്ടായി. സ്കോളർഷിപ്പുകൾ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഒരു ഓർഡർ ഇറക്കി. അത് പ്രകാരം പ്രധാനപ്പെട്ട പല വിഭാഗങ്ങൾക്കും സാമൂഹിക സുരക്ഷയുടെ ഭാഗമായി കിട്ടേണ്ട സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. ഇനി അങ്ങ് ചോദിച്ച വയനാട്ടിലേക്ക് വന്നാൽ, വയനാടിന് അതിൻ്റെ ആദ്യഘട്ട പദ്ധതി എന്നുള്ള പറഞ്ഞുകൊണ്ട് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചത് 750 കോടി രൂപയാണ്. ഇനി ഇതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുണ്ടായിരുന്നു. സംസ്ഥാനത്ത് SDRF ഫണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണത്തിൽ ചെലവഴിക്കാതെ, അതായത് ചെലവഴിച്ചു എന്ന് ഹൈക്കോടതിയിൽ സംസ്ഥാനം പറഞ്ഞത് 68 കോടി രൂപയാണ്. അങ്ങനെ ചെലവഴിക്കാതെ ഇരിക്കുന്ന ഒരു 638 കോടി രൂപയുണ്ട് സംസ്ഥാനത്തിൻ്റെ കയ്യിൽ. ആ 638 കോടി രൂപയിൽ ഇന്ന് സംസ്ഥാനത്തോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് അനുമതി കൂടി കൊടുത്തതാണ്. അതിൽ നിങ്ങൾക്ക് 70% നിങ്ങൾ ചെലവഴിക്കൂ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 450-500 കോടി രൂപ ആ തരത്തിൽ സംസ്ഥാനത്തിന് ചെലവഴിക്കാൻ ഇപ്പോൾ കഴിയും. നിലവിൽ ചെലവഴിച്ചിട്ടുള്ളത് 68 കോടി രൂപയാണ്. ഇനി അതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംസ്ഥാനത്ത് ഈ വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം ആ ഹെഡിൽ മാത്രം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് ദുരിതാശ്വാസത്തിന് കേരളത്തിലെയും രാജ്യത്തിന് പുറത്തും എല്ലാമുള്ള മലയാളികളും ആ വയനാട് ദുരന്തത്തിന് ശേഷം അതിനെ സഹായിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും, അങ്ങനെയുള്ള ആളുകൾ ചേർന്ന് എല്ലാവരും കൂടി കൊടുത്തിട്ടുള്ള തുക 718 കോടി രൂപയാണ്. ഇന്നത്തെ കണക്ക്, ഇന്നത്തെ CMDRF ഫണ്ട് 718 കോടി രൂപയാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വയനാടിന് വേണ്ടി ആ 718 കോടി രൂപയിൽ ആകെ ചെലവഴിച്ചിട്ടുള്ളത് 8 കോടി രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി, വയനാടിന് വേണ്ടി നിലവിൽ സംസ്ഥാനത്ത് ചെലവഴിക്കാൻ കഴിയുന്ന തുക 1200 കോടിയോളം രൂപയാണ് നിലവിൽ ചെലവഴിക്കാൻ കഴിയുന്ന തുക. അതിൽ 750 കോടി രൂപ ഞങ്ങൾ ചെലവഴിക്കാം എന്നാണ് ബജറ്റിൽ പറയുന്നത്. സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തികപരമായ ഏതെങ്കിലും ഒരു നിലപാടിൽ ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിൽ അങ്ങ് ചോദിച്ചതുപോലെ വയനാടടക്കമുള്ള സംവിധാനങ്ങളിൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു തടസ്സം പ്രതിപക്ഷമോ ഇനി BJPയോ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? 7 മാസത്തോളം ആവാറായി ആ വയനാട് ദുരന്തമുണ്ടായിട്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബെനിഫിഷ്യറീസ് ലിസ്റ്റ് കേന്ദ്രം വയനാടിനെ അവഗണിക്കുന്നുണ്ട്, ബജറ്റിൽ ഒരക്ഷരം പറയുന്നില്ല. ശ്രീ P. കൃഷ്ണദാസ്.